ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇനി ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ അരച്ച് വെച്ചിരിക്കുന്ന മാവ് വെച്ചിട്ട് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനിയാരം നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇത് വളരെയധികം ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാനും സിമ്പിളാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതിയാകും. ആദ്യം തന്നെ ഇത് കരിപ്പൊട്ടിപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കരിപ്പൊട്ടിപ്പാനി ഞാനിവിടെ അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കരിപ്പൊട്ടി ആയാലും ശർക്കര ആയാലും തന്നെ ഇതുപോലെ നമ്മൾ പാനിയാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പലഹാരങ്ങൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമുക്കത് ഉപയോഗിക്കാനായിട്ട് വളരെയധികം എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ കരിപ്പൊട്ടി പാനിയാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ അത് അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അന്നേരം അതിൽ പൊട്ടും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറിക്കിട്ടും. പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മാവ് ജസ്റ്റ് ഒന്ന് ലൂസായി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ശർക്കരപ്പാനി ആയിരുന്നാലും പഞ്ചസാര ആയിരുന്നാലും തന്നെ മാവ് ഇതുപോലെ ലൂസായിട്ട് വരുന്നതായിരിക്കും. ഇതിനകത്തോട്ട് തിരികെ വെച്ചിരുന്ന ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ തിരുമ്മി തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല, തേങ്ങാക്കൊത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ ആയിരിക്കും. ഇത് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കരണ്ടിക്ക് 2.5 സ്പൂൺ അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മാവ് നല്ല ലൂസായിട്ട് ഇരിക്കുന്ന മാവ് നല്ല തിക്കായിട്ട് കിട്ടുന്നതായിരിക്കും. ഈ അരിപ്പൊടി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കരണ്ടിക്ക് 2.5 സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ആട്ടിയ മാവിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് അരിപ്പൊടിയും തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ മാവ് നന്നായിട്ട് മിക്സായി കിട്ടാനായിട്ട് ഒരു ജാറിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. മാവ് ഇവിടെ നല്ലതുപോലെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് മധുരം പോരാന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ചുകൂടെ കരിപ്പൊട്ടിപ്പാനിയും അരിപ്പൊടിയും അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പനിയാരം തയ്യാറാക്കാവുന്നതാണ്. അതിനായിട്ട് ചട്ടി സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ചട്ടി നല്ലതുപോലെ ചൂടായതിന് ശേഷം സ്റ്റൗ കുറച്ച് വെച്ചിട്ട് മാവ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ശബ്ദമൊക്കെ വരുന്നതായിരിക്കും, നല്ലൊരു മണവും ആയിരിക്കും. അപ്പോൾ സ്റ്റൗ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ സ്റ്റൗ കുറച്ച് വെച്ചിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് പനിയാരം ഒരു വശം വെന്തതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ വളരെയധികം ടേസ്റ്റിയാണ്. അപ്പോൾ രാവിലെയൊക്കെ ദോശയ്ക്ക് അരച്ച് വെച്ചിട്ട് മാവ് അധികം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വൈകുന്നേരമൊക്കെ കുട്ടികൾക്ക് കാപ്പിയുടെ കൂടെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെയധികം സോഫ്റ്റാണ്, നല്ലൊരു മണമൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.